വിഭൂതി തിരുനാൾ ഈശോയുടെ മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ കുരിശുമരണത്തിന് ഒരുക്കമായിട്ട് 50 ദിവസത്തെ നോയമ്പ് ആചരിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. ഈ നോയമ്പ് ആചരണത്തിൻ്റെ ആദ്യ ദിവസത്തിൽ നെറ്റിയിൽ കുരിശാകൃതിയിൽ ചാരം പൂശിക്കൊണ്ട് കരിക്കുറി തിരുനാൾ അല്ലെങ്കിൽ വിഭൂതി തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ്. ഈ നെറ്റിയിൽ കുരിശാകൃതിയിൽ ചാരം പൂശുമ്പോൾ നമ്മൾ ഓരോ മനുഷ്യൻ്റെയും അന്ത്യദിനത്തെയാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ ഓരോ മനുഷ്യൻ്റെയും അന്ത്യദിനത്തെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ കുരിശിനോട് കൂടുതൽ ചേർന്ന് നിന്ന് കഷ്ടതകളും ക്ലേശങ്ങളും ഒക്കെ സഹിക്കാനും അതുപോലെ തന്നെ ചെയ്തുപോയ തെറ്റുകൾക്ക് ഉപവാസത്തിലൂടെയും പ്രായശ്ചിത്തിലൂടെയൊക്കെ പരിഹാരം കണ്ടെത്തുവാനും ഈ നെറ്റിയിൽ ചാർത്തിയ ഈ ചാരം, ഈ കുരിശാകൃതിയിൽ ചാർത്തിയ കരിക്കുറി നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് വിഭൂതി തിരുനാൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ കാണുന്നത് നെറ്റിയിൽ ചാർത്താനുള്ള കരിക്കുറി ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ അമ്മച്ചി ഇതിൻ്റെ പണി തുടങ്ങും. മരത്തിൻ്റെ കരിയും അതുപോലെ തന്നെ കഴിഞ്ഞ ഓശാനയുടെ കുരുത്തോലൊക്കെ ചേർത്തിട്ടാണ് അത് ഉണക്കി പൊടിച്ച് കരിച്ചിട്ടൊക്കെയാണ് ഈ കരിക്കുറി ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം നമ്മളെ സഹായിക്കാൻ നമ്മുടെ നീയക്കൊച്ചും കൂടെയുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്.